Royal Bazaar, one destination for every home need. 100% quality groceries, fruits, stationery items എല്ലാം ഓഫറുകളോടെ തന്നെ ഇവിടെ ലഭ്യമാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡഡ് ഹോം അപ്ലയൻസസും ഇവിടെ ലഭ്യമാണ്. അതും EMI ഓപ്ഷൻസിലൂടെ. ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം. റോയൽ ബസാർ, മെയിൻ റോഡ്, ചേലക്കര. കൊണ്ടാഴി പഞ്ചായത്ത് ഭരണസമിതിയുടെ ബഡ്ജറ്റ് അവതരണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി പ്രതിപക്ഷ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലത നാരായണൻകുട്ടിയുടെ കരട് ബജറ്റ് അവതരണത്തിന് ശേഷമാണ് പ്രതിപക്ഷ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആശങ്കയും പ്രതിഷേധവും അറിയിച്ചത്. കരട് ബജറ്റ് ഉള്ളടക്കം കുഴപ്പമില്ലെന്നും എന്നാൽ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പറയുന്ന വികസന കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമോ എന്ന ആശങ്കയും പ്രതിപക്ഷാംഗങ്ങൾ വ്യക്തമാക്കി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ KK പ്രിയംവദ ONV കുറിപ്പിന്റെ വരികളായ വെറുതെ ഈ മോഹം എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന പോലെ ആകുമോ എന്നതാണ് ചോദ്യമായി ഉയർത്തിയത്. എന്തായാലും എല്ലാവർക്കും ഒരുപോലെയാണല്ലോ ഫണ്ടൊക്കെ വെച്ചത്. പോണതിൻ്റെ മുമ്പ് നടക്കുമോ അതോ ONVയുടെ കവിത പോലെ വെറുതെയാണ് ഈ മോഹം എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുക എന്നുള്ളതാവുമോ? അത് മാത്രം. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി ഭാരതീയ ജനതാ പാർട്ടി പ്രതിനിധിയായ ഗ്രാമപഞ്ചായത്ത് അംഗം സദിയ അപ്പത്തും സംസാരിച്ചു. അതിന്റെ ഒന്നും കണ്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്ത നിവാരണം എല്ലാ പ്രാവശ്യം വരുമ്പോൾ ജനങ്ങൾക്ക് വീട് വെള്ളം കയറിയിട്ടായാലും ഒക്കെ ഒരു അന്വേഷണം വരും വില്ലേജിൽ. അതായത് നിങ്ങൾക്കൊരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് പോകേണ്ട ഇത്ര ലക്ഷം രൂപ, ഇത്ര രൂപ തരാം, ഇത്ര പെർസെൻറ്റേജ് തരാമെന്ന്. പിന്നീട് അതൊന്നും പ്രാക്ടിക്കലായിട്ട് കാണുന്ന ഒരു ഇത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതാണ് വാസ്തവം. പലരും ഈ വീട് റിപ്പയറിന് നമുക്ക് നാശനഷ്ടങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക എന്നല്ലാതെ അതൊന്നും കിട്ടിക്കാണുന്നില്ല. അപ്പം നമുക്ക് പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്ന് ഇതിലേക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് നീക്കി വെച്ചാൽ കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. അതുപോലെ CPM പ്രതിനിധികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുമായ രമാദേവി, O പ്രേമലത എന്നിവരും വിവിധ വിഷയത്തിൽ പ്രതിഷേധം വെളിപ്പെടുത്തി. നല്ലൊരു സപ്പോർട്ട് ആ ഒരു അംഗനവാടി പണിയാൻ വേണമെന്ന് ഈ ഭരണസമിതിയുടെ മുമ്പാകെ പറയുകയാണ്. പിന്നെ നമ്മുടെ മാലിന്യമുക്തത്തിന്റെ ഭാഗത്തെ കുറിച്ച് ഇവിടെ ചേച്ചിയിലൂടെ പറഞ്ഞു. പക്ഷേ ഇതുവരെ എൻ്റെ വാർഡിലെ ഒരു MCF പോലും പറഞ്ഞില്ലേ. ഇപ്പം നമ്മൾ മാലിന്യമുക്തത്തിന്റെ ഒരു ജാഗ്രതാ സമിതി വാർഡിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 1-2 ആളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു MCF പോലും പണിയാൻ പറ്റാത്ത മെമ്പറാണോ അങ്ങനെ ഒരു ജാഗ്രതാ സമിതി ഇവിടെ വിളിച്ചു കൂട്ടുന്നത്. അപ്പം അത് പഞ്ചായത്തിന്റെ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെടുത്താത്ത പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ മറ്റൊരു CPM പ്രതിനിധി ഗ്രാമപഞ്ചായത്ത് അംഗം VK ബിജു ഭരണസമിതിയുടെ നിലപാടിന് അനുകൂല പ്രതികരണമാണ് രേഖപ്പെടുത്തിയത്. തന്റെ വാർഡിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയ ഭരണസമിതിക്ക് ആശംസയും നേർന്നു. കഴിഞ്ഞ ഓണത്തിൽ ഈ ഭരണസമിതിയിൽ അങ്ങനെ ഒരു മെമ്പറാവാനും ജനപ്രതിനിധിയാവാനും ആ വാർഡിൽ എനിക്ക് സാധിച്ചത് ഞാൻ വളരെ അതുപോലെ ഈ ബജറ്റിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാൻ ഈ ഭരണസമിതി പൂർണ്ണ. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിപക്ഷ മെമ്പർമാരുടെ ആക്ഷേപങ്ങൾക്കും ആവലാതിക്കും മറുപടിയും നൽകി. സംസ്ഥാന സർക്കാർ പൈസ തന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 4 വർഷം നമ്മൾ 100% എക്സ്പെൻഡിച്ചർ ആക്കിയിട്ടുണ്ട്. ഈ വർഷം നമ്മളാക്കും. അത് വെറുതെ ഒരു മോഹം എന്നുള്ള നിലയിലല്ല. സർക്കാരിന്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെലവഴിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മളെ ഈ അങ്കണവാടി നിർമ്മാണം അതിന്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനിയും അത് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. എന്തായാലും നമുക്ക് ഈ കാര്യം മിനി MCFകളുടെ നോക്കൂ, നമ്മൾ മിനി MCFകൾ അധികം പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള അഭിപ്രായം. നാളുകളിൽ ഈ മിനി MCFകളൊക്കെ വെറും നോക്കുകുട്ടികളായിട്ട് മാറും. അവിടെ നമുക്ക് ഇപ്പൊ നമ്മളൊരു വണ്ടി കൂടി വാങ്ങുന്നുണ്ട്. ആ വണ്ടി മിക്കവാറും ഒരു 2 ആഴ്ചയുള്ളിൽ വരാൻ സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാൽ നമ്മൾ അതാത് ദിവസം എടുക്കുന്നത് മുഴുവൻ വലിയ വണ്ടിയാണ്. വന്നു കഴിഞ്ഞാൽ അതാത് സമയത്ത് അത് നമുക്ക് MCFകളിലേക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അധികം MCFകളെ പ്രോത്സാഹിപ്പിക്കാത്തത്. ഈ MCF വേണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ പൈസ വെക്കാം. 1ാം വാർഡില് നമ്മൾ വേണ്ടാന്ന് തന്നെ പറഞ്ഞു.
പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ സ്ഥാപിക്കുന്ന സന്ദർഭത്തിലാണ് പിന്നീട് അതിന്റെ ദുരിതം അനുഭവിക്കുക. അപ്പൊ അതുകൊണ്ട് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് എന്തായാലും ഇതിൽ പൈസ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാനായിട്ട് നോക്കാം. CCV ന്യൂസ് കൊണ്ടാഴി.